പ്രശ്നോത്തര രത്നമാലികയിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ കസ്മാത് ഭയമിഹ മരണാത്, ഇവിടെ എന്തിൽ നിന്നാണ് ഭയം? മരണത്തിൽ നിന്ന്. അന്ധാത് കഹ വിശിഷ്യതേ, അന്ധനേക്കാൾ കാഴ്ച ഇല്ലാത്തവനാര്? മറുപടി രാഗി. തുടർന്ന് പറയുകയാണ് കശൂരഹ, ആരാണ് ശൂരൻ? സാധാരണ നമ്മൾ ശൂര വീര പരാക്രമികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ശൂരന്മാരെന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് അർത്ഥം ഹിംസിക്കാൻ പാടവമുള്ളവരാണ്, കൊല്ലാൻ, ശത്രുക്കളെ വധിക്കാൻ ശക്തിയോടൊത്തവരാണ് ശൂരന്മാർ. ശൃഞ്ഞ് ഹിംസായാം എന്നുള്ള ധാതുവിൽ നിന്നാണ് ശൂരശബ്ദം നിഷ്പന്നമാകുന്നത്. അപ്പോൾ ഹിംസിക്കാൻ, ശത്രുക്കളെ ഇല്ലാതാക്കാൻ വലിയ ശക്തിയോടുകൂടിയ കഴിവോടുകൂടിയവരെയാണ് സാമാന്യമായി നമ്മൾ ശൂരന്മാർ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ആരാണ് ശൂരൻ? മറുപടി യഹ ലലനാലോചനബാണൈർനച വ്യഥിതഃ. യഹ, യാതൊരാൾ ലലനാലോചനബാണൈഹി, ലലനകളുടെ ലോചനങ്ങളാകുന്ന ബാണങ്ങളാൽ, ലലന എന്ന് പറഞ്ഞാൽ സുന്ദരി, സുന്ദരിമാരായ യുവതികൾ, യുവതികളുടെ ലോചനങ്ങൾ, കണ്ണുകൾ, കണ്ണുകളാകുന്ന അമ്പുകളാൽ, ബാണങ്ങളാൽ നച വ്യഥിതഃ, വ്യഥിതനാവാത്തവൻ, മുറിക്കപ്പെടാത്തവൻ, മുറിവേൽക്കാത്തവനാരോ അവനാണ് ശൂരൻ. അപ്പോൾ സുന്ദരികളായ സ്ത്രീകളുടെ നോട്ടങ്ങൾ, കണ്ണുകളാകുന്ന അമ്പുകൾ, ആ അമ്പുകളാൽ മുറിവേൽക്കാത്തവെന്ന് പറഞ്ഞാൽ അവയാൽ ബാധിക്കപ്പെടാത്തവൻ. ഏത് സുന്ദരി എങ്ങനെ നോക്കിയാലും യാതൊരു വിശേഷവുമില്ല, ഒരിക്കലും അതിനടിമയാവുകയില്ല, ഒരിക്കലും അത്തരം നോട്ടങ്ങളിൽ വീണു പോവുകയില്ല. അയാളാണ് ശരിയായ ശൂരൻ. ഇവിടെ എത്ര പേരെ വധിക്കാൻ ശക്തിയുള്ള ആളായാലും ശരി, യുവതിയുടെ, സുന്ദരിയുടെ നോട്ടത്തിന് വിധേയനായി പോകുന്നവൻ ശൂരനല്ല എന്നർത്ഥം. അപ്പോൾ സ്വന്തം നിലപാടുകളുള്ളവനാണ് ശൂരൻ, വിഷയങ്ങളാൽ ആകർഷിക്കപ്പെടാത്തവനാണ് ശൂരൻ. ഇവിടെ ശ്രദ്ധേയമായൊരു വിഷയം, കഹ് ശൂരഹ, ആരാണ് ശൂരൻ എന്ന ചോദ്യത്തിന് യഹ ലലനാലോചന ബാണൈഹി ന വ്യഥിതഃ എന്ന് മാത്രമല്ല ന ച വ്യഥിതഃ എന്നാണ്. അവിടെ ചകാരത്തിന് വിശേഷാർത്ഥമുണ്ട്. ചകാരത്തിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ എന്താണോ നമ്മൾ ശൂരൻ എന്ന് മനസ്സിലാക്കുന്നത്, ആരെയാണോ ശൂരൻ എന്ന് മനസ്സിലാക്കുന്നത്, അത് മനസ്സിലാക്കിക്കോളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി മനസ്സിലാക്കുക എന്നർത്ഥം. താത്പര്യം സാമാന്യമായി ഹിംസിക്കാൻ ശേഷിയോടൊത്തവനാണ് ശൂരൻ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആവട്ടെ, അതിൻ്റെ കൂടെ ഇതുകൂടി മനസ്സിലാക്കണം. എത്ര ഹിംസിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും സുന്ദരികളായ യുവതികളുടെ കടക്കണ്ണോട്ടത്തിൽ വീണു പോകുന്നവനാണെങ്കിൽ, ആ അമ്പിനാൽ ബാധിക്കപ്പെടുന്നവനാണെങ്കിൽ അവൻ ശൂരനല്ല. അതാണ് ഈ ചകാരത്തിൻ്റെ വിശേഷ താത്പര്യം. ശ്രദ്ധിക്കുക. കസ്മാത് ഭയമിഹ മരണാത് അന്ധാദിഹ കോ വിശിഷ്യതേ രാഗീ കഃ ശൂരോ യോ ലലനാലോചന ബാണൈർന ച വ്യഥിതഃ. പാതും കർണാഞ്ജലിഭി കിം അമൃതമിഹ യുജ്യതേ സദുപദേശഃ കിം ഗുരുതായാഃ മൂലം യദേതദപ്രാർത്ഥനം നാമ. ചോദ്യം, കർണാഞ്ജലിഭിഃ കിം അമൃതം ഇഹ പാത്തും യുജ്യതേ. കർണാഞ്ജലിഭിഃ, കർണപുടങ്ങളാൽ. അപ്പോൾ കർണപുടങ്ങളാൽ ഇഹ, ഇവിടെ ഈ ലോകത്തിൽ, മനുഷ്യജീവിതത്തിൽ, കിം അമൃതം പാത്തും യുജ്യതേ, യാതൊരു അമൃതത്തെയാണ് കുടിക്കാൻ യുക്തമാകുന്നത്, യോജിക്കുന്നത്, യോഗ്യമായത്? ഇതാണ് ചോദ്യം. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കർണപുടങ്ങളെ കൊണ്ട്, ചെവികളെ കൊണ്ട്, കർണേന്ദ്രിയം നമുക്ക് കാണാൻ സാധ്യമല്ല, അത് സൂക്ഷ്മമാണ്.
എല്ലാ ഇന്ദ്രിയങ്ങളും സൂക്ഷ്മങ്ങളാണ്. എന്നാൽ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയങ്ങൾ പ്രകടമാകുന്നത്, അഭിവ്യക്തമാകുന്നത്, കാര്യത്തെ ചെയ്യുന്നത് സ്ഥൂല ശരീരത്തിലെ അംഗങ്ങളിലൂടെയാണ്. ഇപ്പോൾ കണ്ണ് എന്ന് നമ്മൾ പറയുന്ന സ്ഥാനത്തിലൂടെയാണ് നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. അതുപോലെ ചെവി എന്ന് നമ്മൾ പറയുന്ന സ്ഥാനത്തിലൂടെയാണ് കർണേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ചെവി എന്നുള്ള ബാഹ്യ അവയവത്തെയാണ് ഇവിടെ കർണപുടം എന്ന് പറഞ്ഞത്. അപ്പോൾ കർണപുടങ്ങളിലൂടെ, കർണാഞ്ജലികളിലൂടെ കിം അമൃതം യാതൊരമൃതത്തെ ഇഹ പാതും യുജ്യതേ, ഇവിടെ കുടിക്കാൻ യോഗ്യതയുണ്ട്. എന്താണ് നമ്മൾ കേൾക്കേണ്ടത്? അമൃതിന് തുല്യം, അമൃത സമാനം നമ്മൾ എന്തിനു സേവിക്കണം? ഇതാണ് ചോദ്യം. മറുപടി സതുപദേശ, സതുപദേശമാണ്. സതുപദേശത്തെ അമൃതത്തെ പോലെ നമ്മൾ സേവിക്കണം. അതിനാണ് നമുക്ക് ചെവികൾ തന്നിട്ടുള്ളത്. സതുപദേശം, സജ്ജനങ്ങളുടെ ഉപദേശം, സജ്ജനങ്ങളായ ഗുരുനാഥന്മാരുടെ അല്ലെങ്കിൽ വിദ്വാൻമാരുടെ ഉപദേശം, അതാണ് സതുപദേശം. അഥവാ സത്തായ ഉപദേശം. സത്തെന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമെന്നർത്ഥം, ശ്രേഷ്ഠമായ ഉപദേശം. അഥവാ സത്ത് പാരമാർത്ഥികമായ ഉണ്മയാണ്. ആ പാരമാർത്ഥികമായ ഉണ്മയിലേക്ക് നമ്മളെ നയിക്കുന്ന ഉപദേശം സതുപദേശം. ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. അപ്പോൾ സതുപദേശം കേൾക്കുക ഏതുപോലെ? അമൃതത്തെ പോലെ. ഇതാണ് നമ്മൾ ചെവികളെ കൊണ്ട് വേണ്ടത് എന്നർത്ഥം.